മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾജിബ്രയിലെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം അല്ലേ. 1 വേരിയബിൾ ആണെങ്കിൽ സോൾവ് ചെയ്യാൻ അറിയാം, 2 വേരിയബിൾ ആണെങ്കിൽ സോൾവ് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അറിയാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും നമ്മുടെ സിലബസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു 2 വേരിയബിൾ ആയിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുൻപ് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ. ഞാനിപ്പോൾ 2 + 3 = 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണല്ലോ. ഇക്വേഷൻ അല്ലേ? അല്ല അല്ല, ഇത് ഈക്വൽ ആണ്. 2 + 3 എന്ന് പറഞ്ഞാൽ 5ന് ഈക്വൽ ആണ്. പക്ഷെ ഇക്വേഷൻ ആവണമെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വേണം? വേരിയബിൾസ് വേണം, ചരങ്ങൾ വേണം. ഇപ്പൊ 2x + 3 = 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷൻ ആണ്. റെഡി? അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്ത് വേണം? വേരിയബിൾസ് കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അറിയട്ടോ, ഞാനത് ചെറുതായി കാണാൻ വേണ്ടി പറയല്ല, നമുക്ക് കുറച്ച് അറിയല്ലോ. അപ്പൊ അറിയുന്ന കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചോദിക്കട്ടെ, എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷനും ഉണ്ട്, ഫോർമുലയുണ്ട്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നതും ഇക്വേഷൻസ് എന്ന് പറയുന്നതും ഫോർമുലാസ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നതും ഫോർമുല എന്ന് പറയുന്നതും സെയിം ആണ്. അല്ല, ഫോർമുല എന്ന് പറഞ്ഞാൽ സൂത്രവാക്യമാണ് അല്ലെ. നമുക്ക് ഏതൊരു പർട്ടിക്കുലർ സമയത്ത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പുകളെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രോബ്ലത്തിനെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ആരോ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞു? ഒരു ഈക്വൽ ടു ഉണ്ടായിരിക്കും, എന്തുണ്ടായിരിക്കും? വേരിയബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 2 വേരിയബിൾസ് ഉള്ള 2 ഇക്വേഷൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയട്ടോ, നിങ്ങൾക്കറിയാം, എന്നാലും നമുക്കൊന്ന് രസകരമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു എഗ് പപ്സ് എടുക്കുകയാണ്. എഗ് പപ്സ്, ഒരു മുട്ട പപ്സ് എടുക്കുന്നു, എഗ് പപ്സ്. അതിൻ്റെ വില ഒരു 10 രൂപ എന്ന് വിചാരിച്ചു. എഗ് പപ്സിൻ്റെ വില 10 രൂപയാണ്. ഒരു ചായയുടെ വില 5 രൂപ എന്നെടുത്തു. 5 രൂപ. നമുക്ക് എഗ് പപ്സിന് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് എക്സ് എന്നും, ചായക്ക് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വൈ എന്നും എടുക്കാം. റെഡി? അപ്പോൾ എഗ് പപ്സിന്റെ വില 10 രൂപയാണ്, ചായയുടെ വില എത്രയാണ്? 5 രൂപയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 2 എഗ് പപ്സ് എന്ന് വെച്ചാൽ 2x ആണല്ലോ, 2 എഗ് പപ്സും അതുപോലെ തന്നെ ഒരു 3 ചായയും കഴിക്കുകയാണ്. ചായ എന്ന് പറഞ്ഞാൽ y ആണ്. 3y = അപ്പോൾ എത്ര ഉണ്ടാവുക? ഉത്തരം എത്ര ഉണ്ടാവുക? 2x എന്ന് പറഞ്ഞാൽ 2 10 20 ആണ്. 3y എന്ന് പറഞ്ഞാൽ 3 5 15 ആണ്. 20ഉം 15 എത്രയാണ്? 35 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. റെഡി? ഇനി ഇതുപോലെ തന്നെ നമ്മൾ 4 എഗ് പപ്സ് കഴിക്കുകയാണ്. എത്രയാണ്? 4 എഗ് പപ്സ്. എഗ് പപ്സ് എന്ന് പറഞ്ഞാൽ x ആണല്ലോ. 4x. നമ്മൾ 5 ചായ കഴിക്കുകയാണ്. 5 ചായ എന്ന് പറഞ്ഞാൽ y അല്ലേ, 5y. അപ്പോൾ എത്ര ഉണ്ടാവുക? 4 എഗ് പപ്സ് എന്ന് പറഞ്ഞാൽ 4 × x, 4 × 10 എന്ന് പറഞ്ഞാൽ 40. y എന്ന് പറഞ്ഞാൽ ചായയുടെ വില 5 ആണ്. അപ്പോൾ 5 × 5 എന്ന് പറഞ്ഞാൽ എത്രയായി? 25 എത്ര ഉണ്ടാവും? 65 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, 4x എന്ന് പറഞ്ഞാൽ 4 × 10 40 അല്ലേ. 5y എന്ന് പറഞ്ഞാൽ 5 × 5 25, 40ഉം 25ഉം 65 ആണ്. ഈ 2 എണ്ണം ഇക്വേഷൻ ആണല്ലോ. ഇയാളൊരു ഇക്വേഷൻ ആണ്, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇതിനെ ഇക്വേഷൻ എന്ന് വിളിക്കാം. നമ്മൾ പറഞ്ഞു xy വേരിയബിൾസ് ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ നോർമൽ കേസിൽ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ എക്സ് ടേമുകൾ എന്തായും ഒരുമിച്ച് ഈക്വൽ ആക്കിയിട്ട് മാറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 2x ആണ്, ഇവിടെ 4x ആണ്, ഇവിടെ 3y ആണ്, ഇവിടെ 5y ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ഈ എക്സ് ടേമുകളെ ഈക്വൽ ആകും, അല്ലെങ്കിൽ y ടേമുകളെ ഈക്വൽ ആകും.
നമുക്കിവിടെ എളുപ്പം 2x ഈക്വൽ ആക്കല്ലേ. ഇവിടെ 2x ആണ്, ഇവിടെ 4x ആണ്. അപ്പോൾ ഇയാൾ 4x ആക്കണമെങ്കിൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം കേട്ടോ, ഇക്വേഷൻ 1 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക പറഞ്ഞോ? 2 × 2x എന്ന് പറഞ്ഞാൽ 4x ആണ്, പ്ലസ് 2 × 3y എന്ന് പറഞ്ഞാൽ 6y ആണ്, 2 × 35 എന്ന് പറഞ്ഞാൽ 70 ആണ്. ഒരു ഇക്വേഷൻ 3 കിട്ടി. ഇപ്പൊ ഇക്വേഷൻ 3യും ഇക്വേഷൻ 2വും എടുക്കുന്ന സമയത്ത് ഇവിടെ എക്സ് ടേമുകളുടെ എണ്ണം ഈക്വൽ ആണ്. ആരാണ്? എക്സ് ടേമുകളുടെ എണ്ണം ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യാണ്. ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 1 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നോക്കിയാൽ നിങ്ങൾ. ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 1 അല്ല കേട്ടോ, ഇക്വേഷൻ 2 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നോക്കി. 4x - 4x അല്ലെ, 4xും 4xും ക്യാൻസൽ ആയി, 0 ആയി. 6y - 5y എന്ന് പറഞ്ഞാൽ 1y ഇസ് ഈക്വൽ ടു 70 - 65 എന്ന് പറഞ്ഞാൽ എത്രയായി? 5 ആയി. വൈൻ്റെ വാല്യൂ 5 ആണ്, നമുക്കറിയാം അല്ലെ. വൈൻ്റെ വാല്യൂ, ചായയുടെ വില 5 രൂപയാണ്. എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഇവിടെ ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അല്ലെ, ഇപ്പൊ ചെറിയ ഇക്വേഷൻ 1 ആണല്ലോ, ആ ഇക്വേഷൻ 1ൽ നമ്മുടെ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പുട്ട് y is equal to 5 in equation 1. 5 in equation 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 2x + 3y. വൈൻ്റെ വാല്യൂ 5 ആണ്. 3 × 5 എന്ന് പറഞ്ഞാൽ 15 is equal to 35 ആണ്. 2x is equal to 35 minus 15 that is 20 ആണ്. x is equal to 10 ആണ്. എക്സിന്റെ വാല്യൂ കിട്ടി. നിങ്ങൾക്ക് അറിയാം. ഞാനിത് വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണെന്ന് മാത്രം. ഇവിടെ ഞാൻ ചെറിയൊരു ട്രിക്ക് പറയാം. അത് വലിയൊരു ട്രിക്കൊന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ട് പറയണമല്ലോ. ഇപ്പൊ നമ്മൾ വീണ്ടും ഈ 2 ഇക്വേഷൻസ് എടുക്കുകയാണ്. നോക്കണേ, എഗെയിൻ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ദാറ്റ് ഈസ് 2x + 3y is equal to 35 എടുക്കുകയാണ്, ഒന്നാമത്തെ ഇക്വേഷൻ. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x + 5y is equal to 65 എന്നെടുക്കുകയാണ്. 2 ഇക്വേഷൻസ്. നമ്മൾ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ വീണ്ടും സോൾവ് ചെയ്യാണോ? അപ്പോൾ ഞാൻ എക്സും വൈയും ഒക്കെ കാണാനൊരു ട്രിക്ക് പറയാണ്. ഞാൻ പറഞ്ഞു, ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നിർബന്ധമൊന്നുമില്ല, അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയാമെന്ന് മാത്രം. അപ്പോൾ ഇത് കാണാൻ നമ്മൾ നോർമലി എന്താ ചെയ്തത്? ഇവിടെ 2x ഇവിടെ 4x ആയപ്പോൾ എന്ത് ചെയ്തു നമ്മൾ അല്ലേ? ഇതിന് 4x ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു വേരിയബിളിന്റെ ആൻസർ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ പറയാം. അപ്പോൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മൾ എക്സിന്റെ വാല്യൂ കാണുകയാണെങ്കിൽ ആ എക്സ് ഉള്ള വേരിയബിൾസിനെ അവിടെ മാറ്റി നിർത്തുക. അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എക്സ് ഉള്ള ആളുകൾ അവിടെ മാറ്റി വെക്കുക, കാരണം നമ്മൾ എക്സ് ആണല്ലോ കാണുന്നത്. അപ്പോൾ എക്സ് കാണുമ്പം എക്സ് ഈക്വൽ ടു എന്ന് എഴുതുക. റെഡി? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ, ഇയാളും തമ്മിൽ ക്രോസ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ഇയാളും തമ്മിൽ ക്രോസ് ചെയ്യുക. എന്ന് വെച്ചാൽ വൈ അവിടെ നിർത്തിയിട്ടോ, വൈ അവിടെ നിർത്തിയിട്ട് അതിന്റെ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ 3 × 65 ക്രോസ് ചെയ്തോ. 3 × 65. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ട സൈൻ മൈനസ് ആണ്. ഇവിടെ കൊടുക്കേണ്ട സൈൻ എന്താണ്? മൈനസ് ആണ്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5 × 35 ചെയ്യുക. എന്ത് ചെയ്യുക? 5 × 35. അപ്പോൾ നമ്മൾ ഇയാളും ക്രോസ് ചെയ്തു, അതിവിടെ എഴുതി വെച്ചു, മൈനസ് ഇട്ടു. എന്നിട്ട് ഇയാളും ക്രോസ് ചെയ്യണം. ദാറ്റ് ഈസ് 5 × 35 ആണ്. 5 × 35 ആണ്. ഡിവൈഡഡ് ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? ഇയാളും മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് കൊടുത്തു, ഇയാളും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ ഇവിടുന്ന് ഇയാളും ആണല്ലോ തുടങ്ങിയത്, അത് നേരെ റിവേഴ്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇയാളും ചെയ്യുക. 3 × 4 ചെയ്യുക. 3 × 4 ചെയ്യുക. സെൻട്രൽ കൊടുക്കേണ്ടത് മൈനസ് തന്നെയാണ്. 3 × 4 ചെയ്തല്ലോ. ഇനി ആരെ ബാക്കി ഉണ്ടാവുക? 2 × 5 ആണല്ലോ. 2 × 5. ഓക്കെ, ഇസ് ഈക്വൽ ടു 3 × 65 അല്ലെ? 360 എന്ന് പറഞ്ഞാൽ 180 ആണ്. 3 5 15 195 ആണ്. മൈനസ് 5 × 35 എന്ന് പറഞ്ഞാൽ 3 5 150, 5 5 25 175 ആണ്. ഡിവൈഡ് ബൈ 3 4 12 ആണ്. 2 5 എത്രയാണ്? 10 ആണ്. ഇസ് ഈക്വൽ ടു 195 മൈനസ് 175 എന്ന് പറഞ്ഞാൽ എത്രയായി? 20 അല്ലേ? 20 ആണ്. ബൈ 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 20/2 എന്ന് പറഞ്ഞാൽ 10 കിട്ടി. റെഡി? എക്സിന്റെ വാല്യൂ 10 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടോ, എന്താ നമ്മൾ ചെയ്തത്? ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വേരിയബിൾ ഈക്വൽ ആക്കാനൊന്നും നിൽക്കേണ്ട, ഡയറക്റ്റ് ആൻസർ പറയാം. എത്ര സ്റ്റെപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ.
ഇത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. എന്താ പരിപാടി? നമ്മൾ എക്സ് കാണുകയാണെങ്കിൽ ആ എക്സിന്റെ ടേമിന് അവിടെ നിർത്തുക, എക്സ് ഈക്വൽ ടു എന്ന് എഴുതുക. എന്നിട്ട് എന്താ ചെയ്തത്? നമ്മൾ ഇയാളും ഇയാളും തമ്മിൽ ക്രോസ് ചെയ്യാണ്. നമ്മൾ ഈ വേരിയബിൾ എടുക്കരുത്, ജസ്റ്റ് ആ നമ്പർ ന്യൂമറിക്കൽ വാല്യൂ സൈൻ ഒക്കെ നോക്കണം കേട്ടോ. 3 × 65 എന്ന് എടുത്തു. സെൻട്രൽ കൊടുക്കേണ്ട സൈൻ മൈനസ് ആണ്. എന്നിട്ട് ഇയാളും ഇയാളും ക്രോസ് ചെയ്യാണ്, ദാറ്റ് ഈസ് 5 × 35 ഡിവൈഡഡ് ബൈ. അടുത്തെന്താ പരിപാടി? നമ്മൾ ഇവിടുന്ന് ഇയാളും ഇയാളും ആണല്ലോ തുടങ്ങിയത്, അപ്പൊ ബൈ ചെയ്യുമ്പം നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത്, ദാറ്റ് ഈസ് 3 × 4. സൈൻ എന്താണ്? മൈനസ് ആണ്. എന്നിട്ട് ഇയാളും ഇയാളും 2 × 5. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂ കിട്ടും. ഇതുപോലെ വൈന്റെ വാല്യൂ നിങ്ങൾക്ക് കാണാം. പക്ഷെ വൈന്റെ വാല്യൂ കാണാൻ നല്ലത് ആ എക്സിന്റെ വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും? വൈന്റെ വാല്യൂ കിട്ടും. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ വിചാരിക്കരുത് എന്ത് സാർ എന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ വളഞ്ഞു മൂക്ക് പിടിക്കണം. ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം. വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സോൾവ് ചെയ്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 വേരിയബിൾ ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ്. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എവിടെ മുതൽ പഠിക്കുന്നതാണ്? 8ാം ക്ലാസ്സിലുണ്ട്, 9ലും പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പക്ഷെ അതിനെ നമ്മളൊരു എന്താ പറയുക, ഒരു പുച്ഛത്തോടു കൂടി കാണരുത്. മാക്സിമം വെറൈറ്റി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ചോദ്യം എങ്ങനെയാണ്? 3 പെൻസിലിനും 4 നോട്ട് ബുക്കിനും 26 രൂപയാണ്. 6 പെൻസിലിനും 3 നോട്ട് ബുക്കിനും എത്രയാണ്? 27 രൂപയാണ്. അങ്ങനെയെങ്കിൽ പെൻസിലിന്റെ വില എന്താ, നോട്ട് ബുക്കിന്റെ വില എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വൺസ് മോർ, 3 പെൻസിലിനും 4 നോട്ട് ബുക്കിനും 26 രൂപയാണ്. 6 പെൻസിലിനും 3 നോട്ട് ബുക്കിനും 27 രൂപയാണ്. ചോദ്യം എന്ന് പറയുന്നത് നോട്ട് ബുക്കിന്റെ വില എന്താ, അതുപോലെ പെൻസിലിന്റെ വില എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി പി എന്നാ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ എക്സ് കൊടുത്തരുന്നു, കാരണം നമ്മൾ എക്സ് വൈ കണ്ടാലേ നമ്മൾ ഉത്തരം ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് 3x + 4y = 26 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നു. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 6x + 3y = 27 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നു. 2 ഇക്വേഷൻസ് ആണ്. ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഒന്നുകിൽ എക്സ് ടേമുകളെ ഈക്വൽ ആക്കി മാറ്റണം, അല്ലെങ്കിൽ വൈ ടേമുകളെ ഈക്വൽ ആക്കിയിട്ട് മാറ്റണം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണാൻ പോകുന്നത് എക്സ് ആണ്. എക്സ് = എന്ത് ചെയ്താൽ മതി? 4 × 27. 4 × 27 മൈനസ് കൊടുക്കുക. പിന്നെ 3 × എന്ത് ചെയ്യുക? 26. 3 × 26. 3 × 26 ഡിവൈഡഡ് ബൈ അടുത്തെന്താണ്? 4 × 6. ഇങ്ങനെ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുക. 4 × 6 മൈനസ് എന്താണ്? 3 × 3 ആണ്. 3 × 3 ആണ്. റെഡി? 4 × 27 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 × 20 80 ആണ്. 80 ആണ്. 4 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 ആണ്. 108 മൈനസ് 3 26 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60ഉം 3 6 18ഉം, ദാറ്റ് ഈസ് 78 ആണ്. ബൈ 4 6 എത്രയാണടാ? 3 6 18, 4 6 24 ആണ്. മൈനസ് 3 3 എന്താണ്? 9 ആണ്. ഈസ് ഈക്വൽ ടു 108 മൈനസ് 72 അല്ലേ? അപ്പൊ എത്ര? 22ഉം 30. 30 ബൈ 24 മൈനസ് 9 ആണ്. അപ്പൊ എത്രയാടാ? 1ഉം 11ഉം 15. 15 ആണല്ലോ. 15. 30/15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 2. അപ്പൊ 2 എന്താണ്? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പെൻസിലിന്റെ വില 2 ആണ്. അങ്ങനെയെങ്കിൽ നോട്ട് ബുക്കിന്റെ വില കാണാൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അതിനേക്കാളും നല്ലത് 2ന്റെ വാല്യൂ എടുത്തിട്ട് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ? അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താ ഉണ്ടാവും പറഞ്ഞു നോക്കിയേ. 3xന്റെ വാല്യൂ 2 ആണ്, പ്ലസ് 4y = 26 ആണ്. 2 × 3 എന്ന് പറഞ്ഞാൽ 6 + 4y = 26. 4y = 26 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്ര? 20 ആയി. y = 20/4, ദാറ്റ് ഈസ് 5 ആണ്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്കിന്റെ വില 5 ആണ്. അതുപോലെ പെൻസിലിന്റെ വില എത്രയാണ്? 2 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക? പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കാണാം. പറഞ്ഞത് റെഡി ആണല്ലോ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വർക്കൗട്ട് ചെയ്യും. ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിക്കട്ടോ. നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണത് നല്ലതാണല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു ചോദ്യം വെച്ചോട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. 43 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്
കുറച്ചപ്പോൾ കിട്ടിയത് 11. സംഖ്യകൾ ഏതൊക്കെയാണ്? ഞാൻ ചോദ്യം ഒന്നുകൂടെ വായിക്കട്ടെ, ക്വസ്റ്റ്യൻ കേൾക്കണം. ഒരു സംഖ്യയുടെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ 11 കിട്ടി. അങ്ങനെയെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2 സംഖ്യകളെ കുറിച്ചാണ് അല്ലെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സംഖ്യയെ നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഫസ്റ്റ് സംഖ്യ എക്സ് ആണ്. രണ്ടാമത്തെ സംഖ്യ നമുക്ക് എന്തെടുക്കാം? വൈ എന്ന് എടുക്കാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ 4 മടങ്ങും, ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x ആണ്. മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3y ആണ്. അത് രണ്ടും കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? 43 ആണ്. ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത് ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് എന്ന് വെച്ചാൽ 3x-ൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ, ദാറ്റ് ഈസ് -2y ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് 11 ആണ്. അങ്ങനെയെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. നമ്മൾ പറഞ്ഞു ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സ് വാരിയബിളും അല്ലെങ്കിൽ വൈ വാരിയബിളും ഒന്നും ഈക്വൽ ആക്കാനൊന്നും നിൽക്കണ്ട. എന്താ ചെയ്യേണ്ടത് പറഞ്ഞോ. നമ്മൾ കാണാൻ പോകുന്നത് എക്സ് ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നോക്കണേ 3 × 11. 3 × 11 എന്ന് പറഞ്ഞാൽ എത്രയായി പറഞ്ഞു? 33 ആണ്. 33. ഇവിടെ മൈനസ് ആണ് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത് വരിക -2 × 43 ആട്ടോ. സൈന് കൺസിഡർ ചെയ്യണം. -2 × 43. -2 × 43 എന്ന് പറയുമ്പോൾ എന്തായി? -86 ആയി. -86 ആണ്. 2 മൈനസും കൂടെ പ്ലസ് ആയി 86 ഡിവൈഡഡ് ബൈ. ഇനി എങ്ങനെ ഉണ്ടാവുക? 3 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. 9 മൈനസ് ദെൻ -2 × 4 എന്ന് പറഞ്ഞാൽ -8 ആണ്. സൈൻ എന്തായിട്ട് മാറും? +8 ആയിട്ട് മാറും. റെഡി? ഇസ് ഈക്വൽ ടു 33 + 86 എന്ന് പറഞ്ഞാൽ എത്രയായി? 80 100 110 119 ആയി. 119 ദെൻ 9 + 8 എന്ന് പറഞ്ഞാൽ എത്രയായി? 9 + 8 എന്ന് പറഞ്ഞാൽ 17 ആണ്. 119/17 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 7 ആയിരിക്കും. എക്സിന്റെ വാല്യൂ എന്താണ്? 7 ആണ്. ദെൻ വൈന്റെ വാല്യൂ നിങ്ങൾക്ക് കാണല്ലോ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എന്താ ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഒന്നാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക പറഞ്ഞ്? 4 × 7. 4 × 7 എന്ന് പറഞ്ഞാൽ എത്രയായി? 3 7 21 28 പ്ലസ് 3y ഇസ് ഈക്വൽ ടു എന്തായി? 43 ആയി. ഫ്രം വേർ 3y ഇസ് ഈക്വൽ ടു 43 - 28 ആണ്. അപ്പൊ എത്രയായി? 12 12ഉം 15 ആയി. y ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും? 15/3 എന്ന് കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ഈ 7 എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 × 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 28 ആണ്. പ്ലസ് 3y ഇസ് ഈക്വൽ ടു 43 ആണ്. 3y ഇസ് ഈക്വൽ ടു പ്ലസ് 28 അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ 30 അല്ലെ? 12ഉം 3ഉം 15 കിട്ടി. ദെൻ y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 15/3 എന്ന് കിട്ടി. 15/3 എന്ന് പറഞ്ഞാൽ എത്രയായി? 5 ആണ്. വൈന്റെ വാല്യൂ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ വീണ്ടും ഇത് സോൾവ് ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ട്രിക്ക് പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടുട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഈ കാൽക്കുലേഷൻ ഒക്കെ മൈൻഡ് ചെയ്താൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പറയാൻ പറ്റും. റെഡി? അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയും. പരപ്പളവ് എന്ത് ചെയ്യും? 5 ചതുരശ്ര മീറ്റർ കുറയും. കൂടെ തന്നെ നീളം 3 മീറ്ററും വീതി 2 മീറ്ററും കൂട്ടിയാൽ പരപ്പളവ് 50 ചതുരശ്ര മീറ്റർ കൂടും. പരപ്പളവ് 50 ചതുരശ്ര മീറ്റർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെയെങ്കിൽ നീളവും വീതിയും എത്രയെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ സംസാരിക്കുന്ന ഒരു ചതുരത്തിന്റെ നീളവും വീതിയും പരപ്പളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഏതോ ഒരു ചതുരമാണ്. ആ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് നിങ്ങൾ എക്സ് ആന്ന് എടുത്തോ. ആ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് നിങ്ങൾ വൈ ആന്ന് എടുത്തോ. അപ്പോ അതിന്റെ പരപ്പളവ് അല്ലെ, പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ്.
ദാറ്റ് ഈസ് ഇവിടെ എന്താ വരിക, എക്സ് വൈ എന്നാണ് വരിക. ഇതാണ് ഒരു ചതുരത്തിന്റെ കേസിൽ കോമൺ ആയിട്ട് നമുക്കറിയുന്ന കാര്യം. റെഡി? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇക്വേഷൻ ഫോം ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്ന കാര്യം ഞാൻ ഒന്നുകൂടെ വായിക്കാണ്. ഒരു ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറക്കുക അല്ലെ. നീളം ഓൾറെഡി എക്സ് ആണ്, അത് 5 മീറ്റർ കൂട്ടുക എന്ന് പറഞ്ഞാൽ x+5 ആണ്. x+5 ആണ്. അതുപോലെ തന്നെ വീതി 3 മീറ്റർ കുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വീതി y ആണ്, അത് 3 മീറ്റർ കുറക്കുക എന്ന് പറഞ്ഞാൽ y-3 ആണ് അല്ലെ. ഇപ്പൊ നിലവിലെ നീളം ഇതാണ്, നിലവിലെ വീതി ഇതാണ്. അപ്പൊ ഇത് രണ്ടും ഗുണിച്ചാലല്ലേ പുതിയ പരപ്പളവ് കിട്ടുക. ആ പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് 5 ചതുരശ്ര മീറ്റർ കുറയും എന്നാണ്. അപ്പൊ ഓൾറെഡി പരപ്പളവ് xy ആണ്, അതിൽ നിന്ന് എത്ര കുറയും, 5 കുറയും. റെഡി ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ 1 കിട്ടി. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾ ഇക്വേഷൻ മൈൻഡിൽ വെക്കുക. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നീളം 3 മീറ്റർ നമ്മൾ കൂട്ടുകയാണ്. അപ്പൊ നിലവിലെ നീളം എക്സ് ആണ്, 3 മീറ്റർ എന്ത് ചെയ്യാണ്, കൂട്ടുകയാണ്, x+3 ആയി. റെഡി? ദെൻ അതുപോലെ തന്നെ വീതി 2 മീറ്ററും കൂട്ടുകയാണ്. വീതി ഓൾറെഡി y ആണ്, അത് രണ്ടും കൂട്ടിയാൽ നമുക്ക് അത് തമ്മിൽ പരപ്പളവ് ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ ഈ നീളം ഈ നീളം വീതിയല്ലേ, ആ പരപ്പളവ് എന്ന് പറയുന്നത് 50 ചതുരശ്ര മീറ്റർ കൂടുന്നതാണ്. അപ്പൊ ഓൾറെഡി xy ആണ്, അതിനേക്കാൾ എത്ര കൂടും, 50 കൂടും എന്നാണ്. 50 ചതുരശ്ര മീറ്റർ എന്ത് ചെയ്യും, കൂടുമെന്നാണ്. റെഡിയാണല്ലോ. അപ്പം ഇങ്ങനെ 2 റിലേഷൻഷിപ്പാണ് നമുക്ക് കിട്ടുക. അങ്ങനെയെങ്കിൽ നീളവും വീതിയും എന്താ ചോദ്യം എന്നാണ്. അപ്പം ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. എങ്ങനെ ഇക്വേഷൻ ഉണ്ടാവുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്കറിയാം ഇവിടെ എക്സ് ഇൻറ്റു വൈ അല്ലെ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര, ഞാൻ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്, ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ 1നെ റീറൈറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആയി. ദെൻ എക്സ് ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -3x ആണ്. റെഡി? 5 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ +5y ആണ്. 5 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -15 ആണ്. ഇസ് ഈക്വൽ ടു xy -5 അല്ല. ഇതാണല്ലോ ഇക്വേഷൻ 1. നമുക്കറിയാം ഈ xyയും ഈ xyയും എന്തായും കട്ടായി പോകും അല്ലെ, രണ്ടും കട്ട് ചെയ്തു. ദെൻ ഇവിടെ ബാക്കിയുള്ളത് ആരാണ്, -3x +5y ആണ്. റെഡി? ദെൻ ഇവിടെ ഒരു -15 ഉണ്ട്. ആ -5 എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, -15 + 5 ആവും. ദാറ്റ് ഈസ് -10 അല്ലെ. അല്ലെങ്കിൽ നമുക്ക് -15 അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്താ ഉണ്ടാവുക, -15 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്തായി, -5 + 15 ദാറ്റ് ഈസ് എന്തായി 10 ആയിട്ട് മാറി. ഓക്കെ. ഇനി നിങ്ങൾക്ക് എക്സ് നെഗറ്റീവ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതി. വേണമെങ്കിൽ മൊത്തം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ ഈ നെഗറ്റീവ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. സിമിലർലി നമ്മൾ ഒന്നാമത്തേനെയാണ് ഇപ്പോൾ റീറൈറ്റ് ചെയ്തത്, ഈ മൂന്നാമത്തെ ആക്കിയത്. ആ രണ്ടിനെ അടുത്ത് രണ്ടാമത്തെ ഉണ്ട്. സെക്കൻഡിനെ റീറൈറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക, എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ xy ആണ്. ഓക്കെ ആണല്ലോ. എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്തായി, 2x ആണ്, +2x. ദെൻ 3 ഇൻറ്റു വൈ, അപ്പോൾ ഒന്നുകൂടെ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ xy, എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x, 3 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 3y ആണ്, 3y. ദെൻ അടുത്ത ആരുണ്ടാവുക, 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇസ് ഈക്വൽ ടു അപ്പുറം ഒരു xy + 50 ഉണ്ട്. ഓക്കെ. അഗൈൻ ഈ xyയും കട്ടായി പോയി. ബാക്കി ആരുള്ളത്, 2x + 3y ഇസ് ഈക്വൽ ടു അല്ലെ, +6 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 50 - 6 എന്ന് പറഞ്ഞാൽ എത്രയായി, 44 ആണ്, 44 ആണ്. ഇക്വേഷൻ 4. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കണം കേട്ടോ, നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ 4ാമത്തെ ഇക്വേഷനും ഈ 3ാമത്തെ ഇക്വേഷനും കൂടെയാണ്. അപ്പൊ ഞാൻ അതിനെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഈ 3ാമത്തെ ഇക്വേഷൻ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, -3x കൂടെ ആരാണ്, +5y ഇസ് ഈക്വൽ ടു ആരാണ്, 10 ആണ്. ഇത് 3ാമത്തെ ഇക്വേഷൻ ആണ്. ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി അല്ലെ. ഇത് സോൾവ് ചെയ്യുക പറഞ്ഞാൽ എങ്ങനെയാ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നുകിൽ എക്സ് ടേമുകൾ ഈക്വൽ ആക്കാം, അല്ലെങ്കിൽ വൈ ടേമുകൾ ഈക്വൽ ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, ആ മെത്തേഡ് ഒന്ന് പഠിച്ചോ. നമ്മൾ എക്സ് വാല്യൂ ആണ് കാണുന്നത്. അപ്പൊ എക്സ് അവിടെ നിൽക്കട്ടെ. എക്സ് ഇസ് ഈക്വൽ ടു നോക്കണേ, 3 × 10 ദാറ്റ് ഈസ് 30. 3 × 10 എന്ന് പറഞ്ഞാൽ എത്രയായി, 30 ആയി. മൈനസ് 5 × 44. 5 × 44 എന്ന് പറഞ്ഞാൽ 4 × 5 20, 200 4 × 20 അല്ലെ, 220 ആണ്. 220 മൈനസ് ഡിവൈഡ് ബൈ, ഇനി 3 × -3. 3 × -3 എന്ന് പറഞ്ഞാൽ -9 ആണ്. ഓക്കെ. ഒരു മൈനസ് വരും. 5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്.
ഇസ് ഈക്വൽ ടു 30 മൈനസ് 220 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 190 ആണ്. എന്ത് 190? മൈനസ് 190 ആണ്. ബൈ മൈനസ് 9 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്രയായി? മൈനസ് 19 ആയി. രണ്ട് മൈനസും പ്ലസ് ആയിട്ട് മാറി. ആൻസർ എത്ര കിട്ടി? 10 കിട്ടി. എക്സിന്റെ വാല്യൂ എത്രയാടാ? 10 ആണ്. എക്സിന്റെ വാല്യൂ 10 ആണെങ്കിൽ വൈന്റെ വാല്യൂ എങ്ങനെ കാണുക? ആ 10ന്റെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതാ ഈ 10 എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പോൾ 2 × 10 എന്ന് പറഞ്ഞാൽ എത്രയായി? 2 × 10 എന്ന് പറഞ്ഞാൽ എത്രയായി? 20 ആയി. ദെൻ 20 പ്ലസ് 3y ഇസ് ഈക്വൽ ടു എന്തുണ്ടാവും? 44 എന്നുണ്ടാവും. 3y ഇസ് ഈക്വൽ ടു 20 അങ്ങോട്ട് കൊണ്ടാൽ എന്തായി? ബാക്കി 44 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 24 ആണ്. y ഇസ് ഈക്വൽ ടു 24/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അപ്പോൾ y-ന്റെ വാല്യൂ 8 ആണെന്ന് കിട്ടി. അതുപോലെ എന്തും കിട്ടി? എക്സിന്റെ വാല്യൂ 10 ആണെന്ന് കിട്ടി. ഞാൻ പറഞ്ഞു വീണ്ടും നിങ്ങൾക്ക് അറിയുന്ന ഏരിയ കേട്ടോ, ആ ബോധം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. റെഡി? അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം ചെയ്യാം. റൈറ്റ് ക്വസ്റ്റ്യൻ. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാജുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. 2 വർഷം കഴിയുമ്പോൾ ഇതെന്താവും? 2 മടങ്ങാകും. അവരുടെ ഇപ്പോഴത്തെ വയസ്സെന്താന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ക്ലീശ ക്വസ്റ്റ്യൻ അല്ല. മാത്തമാറ്റിക്സിൽ നമുക്ക് എല്ലാ PS-ലും ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ രാമുവിൻ്റെ പ്രായം അല്ലേ, രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം കേട്ടോ, രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനെ എക്സ് എന്ന് എടുക്കുകയാണ്. റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? വൈ ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം. എടാ 4 വർഷം മുമ്പ് റഹീമിൻ്റെ, ഇപ്പം വൈ അല്ലേ റഹീമിൻ്റെ പ്രായം. അപ്പോൾ 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ റഹീമിൻ്റെ പ്രായം വൈയിൽ നിന്ന് 4 കുറക്കണം, y-4 ആണ്. എന്ന് പറയുന്നത് രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. രാമുവിന്റെ പ്രായത്തിന്റെ എന്തായിരുന്നു? 3 മടങ്ങായിരുന്നു. എന്ന് വെച്ചാൽ 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് രാമുവിന്റെ പ്രായം എന്ന് പറയുന്നത് x-4 ആണ്. അതിന്റെ എത്ര മടങ്ങാണ്? 3 മടങ്ങായിരുന്നു. 3 × ആണ്. ഇതാണ് ഒന്നാമത്തെ കേസ്. റെഡി? സിമിലർലി രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് 2 വർഷം കഴിയുമ്പോൾ അത് 2 മടങ്ങാവുന്നതാണ്. 2 വർഷം കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അത് 2 മടങ്ങാവും. 2 വർഷം കഴിയുമ്പോൾ 2 മടങ്ങാവും. എന്ന് വെച്ചാൽ 2 വർഷം കഴിയുമ്പോൾ രാമുവിന്റെ വയസ്സ് 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ വയസ്സ് എത്ര ഉണ്ടാവുക? റഹീമിന്റെ വയസ്സുണ്ടാവുക y+2 ആണ്. ആ സമയത്ത് രാമുവിനേക്കാൾ 2 മടങ്ങാവുന്നതാണ്. എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞാൽ രാമുവിന്റെ വയസ്സ് x+2 ആണ്. അതിന്റെ 2 മടങ്ങായിരിക്കും. അതിന്റെ എന്തായിരിക്കും? 2 മടങ്ങായിരിക്കും. അപ്പൊ ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. രാമുവിന്റെ നിലവിലെ വയസ്സ് x ആണ്, റഹീമിന്റെ നിലവിലെ വയസ്സ് y ആണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിന്റെ വയസ്സ് 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിന്റെ വയസ്സ് എന്ന് പറയുമ്പോൾ വൈയിൽ നിന്ന് 4 കുറയണല്ലോ. അത് ആ സമയത്ത് രാമുവിന്റെ 3 വയസ്സിന് ഇരട്ടിയാണ്. എന്ന് വെച്ചാൽ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് രാമുവിന്റെ വയസ്സ് എക്സിൽ നിന്ന് 4 കുറക്കണം. അതിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ × 3 ആണ്. ഇവിടെ നമുക്ക് ഫോർമുല കിട്ടും. ദാറ്റ് ഈസ് y-4 ഈസ് ഈക്വൽ ടു 3 × x എന്ന് പറഞ്ഞാൽ എന്താണ്? 3x ആണ്. 3 × -4 എന്ന് പറഞ്ഞാൽ -12 ആണ്. ഓക്കെ ആണല്ലോ? ദെൻ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇതിനെ ഞാനിതാ ഒന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. അപ്പൊ എത്ര ഉണ്ടാവുക ബാക്കി? y-4 ഈസ് ഈക്വൽ ടു 3x - 12. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെന്ത് എഴുതാം? ഈ -4 ഇവിടെ നിൽക്കട്ടെ. ആ -12 അങ്ങോട്ട് കൊണ്ടുവന്നാൽ +12y ഈസ് ഈക്വൽ ടു, അവിടെ 3x ഉണ്ട്, പ്ലസ് y അങ്ങോട്ട് കൊണ്ടാൽ എന്തായി? -y ആയി. -4 + 12 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ഈസ് ഈക്വൽ ടു 3x - y ആണ്. അപ്പോൾ ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 3x - y ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇക്വേഷൻ 1. ദെൻ ഇവിടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താ പറഞ്ഞത്? 2 വർഷങ്ങൾക്ക് ശേഷം റഹീമിന്റെ വയസ്സ് നിലവിൽ ഇന്ന് y ആണ്. 2 വർഷം കഴിഞ്ഞാൽ y+2 ആയിരിക്കും. ആ സമയത്ത് രാമുവിന്റെ വയസ്സ് എന്തായിരിക്കും? 2 മടങ്ങായിരിക്കും. എന്ന് വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞാൽ രാമുവിന്റെ വയസ്സ് x+2 ആണ്. അതിന്റെ 2 മടങ്ങ് പറഞ്ഞാൽ × 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് y+2 ഈസ് ഈക്വൽ ടു 2 × x എന്ന് പറഞ്ഞാൽ 2x + 2 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. റെഡി? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം?
ഇവിടെ ഇപ്പുറം 2x ഉണ്ട്, ഞാൻ പ്ലസ് വൈന് അങ്ങോട്ട് കൊണ്ടേ മൈനസ് വൈ ആണ്. ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്, പ്ലസ് 4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താണ് -4 ആണ്. 2 ഉണ്ട് പ്ലസ് 4നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ -4 ആണ്. ദെൻ വി ഹാവ് 2 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ്. -2 ഈസ് ഈക്വൽ ടു എന്താണ്? 2x - y. അപ്പൊ ഞാൻ ഇതിനൊന്നും ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്, ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ 2x - y ഈസ് ഈക്വൽ ടു -2 ആണ്. ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ്? നമ്മുടെ മെത്തേഡ് പ്രകാരം സോൾവ് ചെയ്താൽ മതി. ഇവിടെ ഈ എക്സ് ആണ് നമ്മൾ കാണണമെന്ന് വിചാരിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾ പറഞ്ഞോ സൈന് വിടരുത് കേട്ടോ, സൈന് മിസ്സാവരുത്. ഇവിടെ -1y എന്നല്ല ഇതിന്റെ അർത്ഥം. -1 × -2 -1 × -2 എന്ന് പറഞ്ഞാൽ +2 ആണ്. മൈനസ് ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്. ദെൻ -1 × 8 എന്ന് പറഞ്ഞാൽ -8 ആണ്. രണ്ടും കൂടെ +8 ആയി. ബൈ തിരിച്ചിങ്ങോട്ട് പറയുമ്പോൾ -1 × 2 എന്ന് പറഞ്ഞാൽ -2 ആണ്. -1 × 2 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്. ദെൻ -1 × 3 എന്ന് പറഞ്ഞാൽ -3 ആണ്. രണ്ടും കൂടെ എന്തായിട്ട് മാറി? +3 ആയിട്ട് മാറി. നോക്കിയാൽ നിങ്ങൾ 2 + 8 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10/10 -2 + 3 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. 10/1 എന്ന് പറഞ്ഞാൽ 10 ആണ്. എക്സിന്റെ വാല്യൂ കിട്ടി. എക്സ് ഈക്വൽ ടു 10. എക്സ് 10 എന്ന് പറഞ്ഞാൽ രാമുവിന്റെ വയസ്സാണ് എക്സ്. അപ്പൊ രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്താണ്? 10 വയസ്സാണ്. അപ്പൊ റെയിമിന്റെ വയസ്സ് എന്താ ഉണ്ടാവുക? റെയിമിന്റെ വയസ്സ് കാണാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് ആ കോൺസെപ്റ്റ് വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫോർമുലയിൽ ആ വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നെടുത്തിട്ടുള്ളത് എന്താണ്? ഇന്നെടുത്ത ഭാഗം ഏതാണ്? നമ്മൾ 2 വേരിയബിൾസ് ഉള്ള 2 ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം? എക്സാമിന് ചോദിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ അറിയാം. അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ തന്നെയാണ്, പക്ഷെ നമുക്ക് അറിയുന്ന ഏരിയ ആണ്. അപ്പോൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ മെത്തേഡാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാം, അറിയാത്ത ആളുകൾക്കുണ്ടെങ്കിൽ ഈ മെത്തേഡ് പഠിച്ചു വെക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും കേട്ടോ. കുറേ കാൽക്കുലേഷൻ മൈൻഡിൽ നടത്തട്ടോ. ഞാനിത് എങ്ങനെയാണോ നമ്മൾ ചെറിയ ക്ലാസ്സിലെ മക്കളെ പഠിപ്പിക്കുന്നത് ആ ഒരു മെത്തേഡിൽ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ലാഗിങ് ഒക്കെ വരിക. ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടാത്ത സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് അടിക്കാം, പെട്ടെന്ന് ആൻസർ പറയാം. ഇതേ ചോദ്യം തന്നെ പല മെത്തേഡിലും ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒരു മെത്തേഡ് ഫോളോ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഏതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു 2 വേരിയബിൾസ് ഉള്ള ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. PC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.